ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ വിറ്റ്ബി എന്ന് പറഞ്ഞ സീസൈഡ് ടൗൺ ഇൻ യോർക്ക്ഷയർ, നോർത്തേൺ ഇംഗ്ലണ്ടിലാണ് ഈ സ്ഥലം. ഇതിൻ്റെ പോസ്റ്റ് കോഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അടിപൊളി സ്ഥലമാണ്. പോകുന്ന വഴി സുന്ദരമായ കാഴ്ചകളുണ്ട്. ഇടയ്ക്ക് നിർത്തി നമുക്ക് കാഴ്ചകളൊക്കെ പകർത്തിയെടുക്കാം. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്പോൾ ബീച്ച് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് താഴ്വാരങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ച് നല്ല അടിപൊളി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ ഡ്രോണൊക്കെ ഒന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡ്രോണിൻ്റെ സേഫ്റ്റി ചെക്കൊക്കെ നോക്കിയപ്പോഴേക്കും ഇവിടെ ഫ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ലെന്നാണ് കണ്ടത്. അപ്പോൾ ഈ ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നതിന് ഉള്ള റിക്വയർമെൻറ്റ്സ് ഞാൻ ഇതിൻ്റെ കൂടുതൽ പറയുന്നുണ്ട്. വേണ്ടവർക്ക് താല്പര്യമുള്ളവർക്ക് കേൾക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യം കൂടെയുള്ള സിയോണയാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത നേഴ്സാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുന്നത് കേട്ടപ്പോൾ ഞങ്ങളിവിടെ കയറിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്കൊക്കെ പോവാം. ഇവിടെ നമുക്ക് യു കെയിൽ എല്ലായിടത്തും കണ്ടുവരുന്നൊരു യു കെയുടെ സ്വന്തം ഐസ്ക്രീം വണ്ടിയാണിത്. Thank you. യു കെയിൽ ഡ്രോൺ പറപ്പിക്കാനായിട്ട് രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഓപ്പറേറ്റർ ഐ ഡി, ഒന്ന് ഫ്ലയർ ഐ ഡി. ഓപ്പറേറ്റർ ഐ ഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും വേണം. വിത്ത് ക്യാമറ ഉള്ള എല്ലാ ഡ്രോണുകൾക്കും വേണം. 250 ഗ്രാംസിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലയർ ഐ ഡി വേണമെന്നില്ല. ഡിജിയുടെ എല്ലാ ഡ്രോണുകളും 249 ഗ്രാം വെച്ചിട്ട് അവർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാറ്ററി ഇട്ട്. ഒരു സേഫ്റ്റിക്ക് എന്ന രീതിയിൽ നമുക്ക് ഫ്ലയർ ഐ ഡി കൂടെ എടുത്ത് വയ്ക്കാം. ഫ്ലയർ ഐ ഡി 5 ഇയേഴ്സിലേക്കും ഓപ്പറേറ്റർ ഐ ഡി എല്ലാ 1 വർഷം കൂടും റിന്യൂ ചെയ്യേണ്ടതാണ്. അതുപോലെ ഇതിലിങ്ങനെ നമ്പർ പ്ലേറ്റ് പോലെ നമ്മളിങ്ങനെ ഓപ്പറേറ്റർ ഐ ഡി ഒട്ടിച്ച് വെക്കണം, എന്നിട്ട് മാത്രമേ പറപ്പിക്കാവുള്ളൂ. അതുപോലെ തന്നെ ഓരോ സോണും നമുക്ക് ഡ്രോണിൻ്റെ ഫ്ലൈ സോൺ കാണാനായിട്ട് ആപ്പൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ പറപ്പിക്കാമെന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഹോം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ ഒന്നും കൂടെ ഒന്ന് മേലോട്ട് പറപ്പിക്കുവാണ്. പോലീസ് വരുന്നുണ്ട് ഗൈസ്. ചേട്ടൻ മറത്തുന്നില്ല കേസ്. ആംബുലൻസ് ആയിരുന്നു. ചുമ്മാ ഒരു ബ്ലൂപ്പറിന് വേണ്ടി അത് ഇട്ടൊന്നേ ഉള്ളൂ ഈ ഒരു ക്ലിപ്പ്. അപ്പോൾ ഇടുന്നതിന് നമുക്ക് ഇവിടെ പറപ്പിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ ആപ്പുകളുണ്ട്. ആപ്പുകൾ നോക്കി നമുക്ക് അത് വെരിഫൈ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. യു കെയിലെ നിയമം അനുസരിച്ച് നമുക്ക് എന്ത് കാര്യവും അവർ ആരെങ്കിലും എന്തെങ്കിലും ഒരു അപ്പോസ് ചെയ്താൽ ഒരു കംപ്ലയിൻറ്റ് ചെയ്താൽ അന്നേരത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ഫെയർ ആണോ അല്ലയോ നോക്കിയിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് പലപ്പോഴും എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു പോലീസ് വണ്ടി കണ്ടിട്ട് നമ്മൾ എന്തിനാ അവരുടെ പ്രൈവസിയും അവർക്കൊരു ബ്രേക്കേജും വരുന്നതെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ട് യു കെയിലെ പോലീസ് കണ്ടു ഞെട്ടിയ ചേട്ടൻ. നിങ്ങൾ അറിഞ്ഞോ ഞങ്ങൾക്കുണ്ടായാലും. അപ്പോൾ നമ്മള് ഇവനെ വെച്ച് നമ്മള് ഇങ്ങനെ കാഴ്ചകളൊക്കെ എടുക്കാം. നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതിനകത്ത് ഞങ്ങൾക്ക് പൊങ്ങിട്ടാ കണ്ട ഈ കാടല്ല ഇങ്ങനെ പൊങ്ങി കഴിഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ വലിയ കാഴ്ചകളൊക്കെ ഇവനെ കൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഹൈവേയുടെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി ആൾക്കാർക്ക് നിർത്താനുള്ള പാർക്കിംഗ്. അല്ലാണ്ട് ഇവിടെ ഒരു വീടോ കാര്യങ്ങളോ ഒരു ലോക്കലായിട്ട് ആരും താമസിക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു വ്യൂ എടുക്കാൻ വേണ്ടി അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഇട്ടേക്കുന്നതാണ്. അങ്ങോട്ട് മാറി പശുക്കളെ വ്യൂ ഉണ്ട്. കാണാൻ ഒത്തിരി പാടാണ്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് തിരിഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഡ്രോൺ ഞങ്ങളെ ഇന്ന് ക്ലിക്ക് ചെയ്യും. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തു. പിന്നെ നമുക്ക് ഇനിയുള്ള യാത്ര നമുക്ക് ബീച്ചിൽ ചെന്നിട്ട് നിർത്തത്തോളം തീരുമാനിച്ചു. ബീച്ചിലോട്ട് പോകുമായിരുന്നു. ഇതൊക്കെ നമുക്ക് കാണിക്കാം. എന്നെ വെക്കുന്നത് അങ്ങ് തിരിച്ചു പോകുമ്പോ ഒരിടത്ത് പോലും തരുന്നത് പി 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 വരുന്നു. പി ഗോട്ട്ലാൻഡ് വെക്കോൾ. വിറ്റ്ബിയിലേക്ക് എത്തുക. കടല നോക്ക്, താഴോട്ട് നോക്ക് കുഞ്ഞെ. നേരെ കാണുന്ന കടല.
കണ്ടു. എനിക്ക് കടലല്ലെന്ന് തോന്നിയില്ല. ആകാശം കരയും മൂന്നും ഒരൊറ്റ ഇതെടുക്കുന്നുണ്ട്. ഇതാണ് മോനെ കാഴ്ച. സൂപ്പർ അല്ലേ? ചുമ്മാണ് എന്നോട് ഇംഗ്ലീഷുകാര് പറഞ്ഞത് സ്കാർബോ കൊള്ളത്തില്ല, വിഡ്ബി അടിപൊളി. അയ്യോ അണ്ണ എത്ര സ്പീഡ് എനിക്ക് അറിയത്തില്ല. ഇതിനകത്ത് 60 കാണിക്കുന്നുണ്ട്. 60 എന്ന് പറയുന്നത് ഇവിടെ കാണുന്നുണ്ട്. ഇത്തിരി പതുക്കെ പോയാൽ മതി. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, പോയെന്തോ. പീല് കിടപ്പുണ്ടായിരുന്നായിരിക്കും, അല്ലാണ്ട് അവരെവിടെ കിടക്കാൻ. പീലായിരുന്നു, കഴിഞ്ഞു. ഇവിടെ ഇല്ല. പിന്നെ റോബിൻഹുഡ് ബേയിൽ പോണോ? ഇവിടുന്ന് അടുത്ത അത് നല്ല കാണാൻ. കടല് ഹാഫ് മൈനുണ്ട്. ഹില്ല് താഴോട്ടുള്ള ഗൂഗിൾ മാപ്പ് പോയി നമ്മൾ അങ്ങ് എത്തിയേനെ, കടലിൽ പോയേനെ. ലെഫ്റ്റ് സൈഡ് ഒക്കെ കാണാൻ നല്ല, റൈറ്റ് സൈഡ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടല്ലേ. സൂപ്പർ, അടിപൊളി. ഇങ്ങനൊരു വ്യൂ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ സ്വിംഗ്? അപ്പോൾ അതിമനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു വീക്കെൻഡ് നല്ല സണ്ണി ഡേയിൽ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഈ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങൾ കേട്ട് കാണും, ഡ്രൈവ് ചെയ്യാൻ തരുമോ എന്നൊരാൾ ചോദിച്ചിട്ടിരിക്കുന്നു. കൊടുക്കായികയൊന്നുമല്ല, എനിക്കും ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. എത്ര ലോങ് ഡ്രൈവ് ആണെങ്കിലും എനിക്ക് ഓടിക്കാനാണ് താല്പര്യം. എന്നാലും ഞങ്ങൾ ഇപ്പോൾ വൈഫിന് ഡ്രൈവിങ് ലൈസൻസ് കിട്ടിയിട്ട് കുറച്ചായി. അപ്പോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വേണമല്ലോ നോക്കാം. അതുകൊണ്ട് തന്നെ മിക്കവാറും ഞങ്ങൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഡ്രൈവ് ചെയ്യാറുള്ളത്. ഒരു സൈഡ് ഞാൻ ഓടിച്ച് ഒരു സൈഡ് അവൾക്ക് ഓടിപ്പിക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക തരുമോ. ഞാൻ എന്തൊക്കെ വിഷയം മാറ്റിയാണ് ഒരു വിധത്തിൽ പഠിച്ചിട്ട് പോകണം എനിക്ക് തന്നെ അറിയാം. അപ്പോൾ ഞങ്ങൾ ബീച്ചിലോട്ട് എത്തി കഴിയുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ മൂവീസിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിങ്സ് ആണ് മിക്കതും. അപ്പോൾ ഈ കാണുന്നതാണ് ബീച്ചിലോട്ട് ഇങ്ങനെ വന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് പാർക്ക് ചെയ്യാം. ഞങ്ങൾ അന്നേരം ഇതിലൂടെ നടപ്പ് എത്രയും കുറയ്ക്കാമോ അത്രയും കുറയ്ക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ബീച്ചിന് നിയർ ബൈ ആയിട്ട് പാർക്കിംഗ് ഞങ്ങൾ തപ്പുമായിരുന്നു. പാർക്കിങ് അങ്ങോട്ട് മാറിയുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ പോയി പാർക്ക് ചെയ്യുവാണ്. പാർക്കിംഗ് മെഷീൻസും നിയർ ബൈ ആയിട്ട് തന്നെ ഉണ്ട്. അധികം ചാർജൊന്നുമില്ല. ഒരു 2 hours 2 pound 3 pound എന്തോ ആയിരുന്നു. അപ്പോൾ അത് പ്ലസ് വേണമെങ്കിൽ 6 pound കൊടുത്തു കഴിഞ്ഞാൽ 4 hours 5 hours ഒക്കെ കിട്ടും. ഏറ്റവും ബെസ്റ്റ് ഒരു 3 hours വേണ്ടി കിട്ടുവാണെങ്കിൽ അതായിരിക്കും, അത് നിങ്ങൾ പേ ചെയ്തിട്ട് പോകണമായിരിക്കും ബെസ്റ്റ്. ബിക്കോസ് ഞങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നത് ഇവിടുത്തെ ഫിഷ് ആൻഡ് ചിപ്സ് ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ ഇവിടെ ട്രാക്കുലയുടെ ഒരു സംഭവമുണ്ട്. ട്രാക്കുലയുടെ അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു 200 steps ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒന്ന് ട്രൈ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ പർട്ടിക്കുലർ സ്പോട്ടുണ്ട്, ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ 2-3 കിട്ടും. എന്നാലും ഒരു പർട്ടിക്കുലർ സ്പോട്ടുണ്ട്. അവിടെയാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ യുകെയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്നത് അവിടെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ബീച്ചിലൊന്ന് വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഇനി ഫിഷ് ആൻഡ് ചിപ്സിൽ പോകണോ അങ്ങോട്ട് പോകണോ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമസ്കാരം, നമ്മൾ വിഡ്ബിയിൽ എത്തിയിരിക്കുകയാണ്. വിഡ്ബിയിലെ അതിമനോഹരമായ കാഴ്ചകൾ, വിഡ്ബിയിലെ ടാക്സി കാർ, അതുപോലെ വന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. ക്ലൂ അല്ല, വ്യൂ. തണുപ്പ് കാരണം നാക്ക് കൊഴിഞ്ഞു പോയതാണ്. നല്ല തണുത്ത കാറ്റ്. ഇവിടെ ഡിസ്ക് സോൺ എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിയില്ല എന്താ ഈ ഡിസ്ക് സോൺ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഒക്കെ 2-3 പേരെ കാണത്തുള്ളൂ. എന്നാലും തണുത്ത കാറ്റാ. ബീച്ചിലോട്ടാ പോകുന്നത്, പിള്ളേരൊക്കെ അങ്ങോട്ട് മാറി. അപ്പൊ വിഡ്ബി ബീച്ചിന്റെ കാഴ്ചകളാണ്. വെൽക്കം ടു വിഡ്ബി പവലിയൻ. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിഷിങ്ങും പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഫിഷിങ്ങിലോട്ടൊന്നും കടക്കുന്നില്ല. കാരണം ഞങ്ങൾ ചുമ്മാ ഒരു അവധി ഉണ്ടായിരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ചാടി പുറത്തിറങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം കേട്ടോ. ഇവിടെ സൈഡിലൊരു നീലക്കൂലി ഇരിക്കുന്നുണ്ടോ? ഇങ്ങനത്തെ ഉള്ള സ്ഥലത്തൊന്നും ഈ ചേട്ടനെ കൊണ്ടുവരാൻ പറ്റത്തില്ല, വഴിതെറ്റി പോവും. ശരി, ഇവിടെ അടിപൊളി എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിക്കാൻ. നമ്മുടെ കണ്ണുകൾ ഞാൻ കഴിക്കാൻ മാത്രമല്ല മണമുണ്ട്. അവിടെ സംതിങ് മണം കിട്ടി. അതിന്റെ അടുക്കള പോലെ ആയിരിക്കണം ഫിഷ് ആൻഡ് ചിപ്സ്. ആൾക്കാർ കയറിപ്പോകുന്നുണ്ടോ? അങ്ങോട്ട് വണ്ടി പോകത്തില്ല അന്നേരം. 199 പടി കയറി.
ഇതെന്തറിയോ എൻട്രൻസ്? യെസ്. തിമിംഗലത്തിന്റെ പല്ലാണ് കഴിച്ചത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. തിമിംഗലത്തിന്റെ പല്ല് കാണാൻ സ്കന്ദൂർപ്പിന്ന് വിദ്യ വരെ വന്നല്ലേ ഞങ്ങൾ. അതെ, എവിടുന്നോ ഫിഷ് ആൻഡ് ചിപ്സിന്റെ മണം വരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിൽ കാണണ്ട. In search of Dracula. Tonight 7 PM 5 പൗണ്ടാണ് നമുക്ക് ഡ്രാക്കുളെ കാണാൻ പോകുന്നത്. ഷോ ഉണ്ടല്ലോ, അത് 7:30, ഇന്ന് രാത്രി 7:30. 5 പൗണ്ട്. അല്ലാണ്ട് ചുമ്മാ പോകാൻ തോന്നാതെ ഷോ ഉണ്ടാവും ഇവിടെ. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരോട് ചോദിച്ചാൽ ഇവിടെ അവരിവിടുത്തുകാർ തന്നെയാ. എവിടെ അമ്മച്ചിയോടും അപ്പച്ചനോടോ You can do it, Adi. You can do it. താഴെ അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര താഴോട്ട് നടന്ന് പോകാമെന്ന് വിചാരിക്കുന്നു. അവിടെ ചെറിയ ബീച്ച് ഇങ്ങനെ വളച്ച് കെട്ടി കൽക്കെട്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കൂടുതൽ ഇതെന്തായത്? ഈ പക്ഷികൾക്ക് ഫീഡ് ചെയ്യുന്ന ഒരു പ്രത്യേക ഞങ്ങള് ഇവിടെ പ്രാവിനെ ഫീഡ് ചെയ്തായിരുന്നു. കാരമലിനകത്ത് വറുത്ത ആ വീഡിയോ നിങ്ങൾ കഴിക്കുന്നേ അത് നമ്മള് മേടിച്ചു കഴിക്കാനായിട്ട്. അപ്പൊ അതുങ്ങൾ ഇങ്ങനെ താഴെ പോയി കൊത്തി തിന്നാൻ വേണം. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കൈ വെച്ച് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ താഴോട്ട് നടന്ന് പോകേണ്ട അവസ്ഥയാണ്. വണ്ടി ഇവിടെ കൊണ്ടിടായിരുന്നു. അയ്യോ പൂടില് എനിക്ക് പേടിയായി സാധനത്തിന്. ആദി നൈസ് ഡ്രൈവർ. നല്ല കാഴ്ച അടിപൊളി. ഇവിടെ ഈ ആണ് ദാരിദ്ര്യം. നമുക്ക് ഇവിടെ ടെറസ് പോലുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. കൂട്ടത്തിൽ തിരകളടിക്കുന്ന കാണാം. അവിടെയും ഇതുപോലെ സപ്ലിസിപ്പിക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ അടിപൊളി കാഴ്ച കാണാനായിട്ട് നല്ലൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. നല്ല തിരയുണ്ട്. ഇതാണ് വിദ്യയുടെ മറ്റൊരു മനോഹര കാഴ്ച. നമുക്ക് മേളിൽ പക്ഷി ഇരിക്കുന്ന കാണാം. ആ ഗോപുരത്തിൻ്റെ നല്ലപോലെ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ആയിട്ട് എല്ലാം റെഡിയാണ്. ചെറിയ മീനാണ്, വലിയ മീനൊന്നുമല്ല. ഹാർഡോക്കിനൊക്കെ നല്ല വേണം. ഞാനിവിടെ ഒരു ന്യൂവറാണ്. എനിക്കിങ്ങനെ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ച എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ കഴിച്ചത് വെച്ചിട്ട് ഒരു തവണ ഇതിന് മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് എ ബെസ്റ്റ് പ്ലേസ്. ഇപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ ഒന്ന് ട്രൈ ചെയ്യും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പം ഞങ്ങളിനി അടുത്ത നല്ല വ്യൂ ട്രാക്കുള്ള വ്യൂയിലോട്ട് പോവാം. 4:10 ഒക്കെ ആകുമ്പോൾ തിരിച്ചു വരാൻ പറ്റും. എങ്ങനെയാണ് ബീച്ചിൽ പോയിട്ട് തിരിച്ചു വരാം. ഡൗൺ സൈഡിലോട്ട് പോവാണ് ബീച്ചിൻ്റെ. ഇവിടെ ഐസ്ക്രീമൊക്കെ വിൽക്കപ്പെടുമെന്നാണ് പറയുന്നത്. അതോ ഇവിടെ ബീച്ചിലിറങ്ങാനായിട്ട് ഇങ്ങനെ ബീച്ചിൽ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. നമ്മൾ കാണാൻ കഴിയും. ഈ സ്റ്റെപ്പിൻ്റെ ഇടം വരെ വെള്ളം വരുന്നുണ്ട്. നല്ല അടിപൊളി തിരയാണ്. നമുക്കൊരു പായ്ക്കപ്പൽ ദൂരെ മാറി കാണാൻ പറ്റും.
കാലം മരവിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് സിം ചെയ്യണമെങ്കിൽ സിം ചെയ്യായിരുന്നു. പിന്നെ ആരും അങ്ങനെ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങളും പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങളും ചെയ്യാൻ ശ്രമിച്ചില്ല. പിന്നെ ഇവിടുന്ന് ഇത്തിരിയുടെ ഞാൻ ചുമ്മാ ഒരു ഗോപ്രോ ഒരു പാറയുടെ പക്കത്തോണ്ട് വെച്ചേക്കുമായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഫോട്ടോസ് എടുക്കുന്നതും പിന്നെ അവിടെയുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വെച്ചതേ ഉള്ളൂ. അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് ഞങ്ങൾ ലെഫ്റ്റിൽ നടന്നു പോകുമ്പോൾ ചെറിയൊരു വലിയൊരു പാറക്കെട്ടിൻ്റെ ഒരു ഫ്രെയിമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഫ്രെയിമിലെടുത്തൊരു ഫോട്ടോ കൂടി ഇടാം. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടുത്തെ ഈ ഒരു ബീച്ച് വ്യൂ എന്ന് പറയുന്നത്. പിന്നെ കുറേ ആൾക്കാർ എന്തൊക്കെയോ തപ്പി നടക്കുന്നുണ്ടായിരുന്നു മണ്ണിൽ, മീൻസ് ബീച്ചിൻ്റെ എന്തെങ്കിലും കാണുമായിരിക്കും, അവരെന്താ തപ്പുന്നത് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തും വേഗം തന്നെ മടങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഉദ്ദേശം? എങ്ങനെ എന്താ ചെയ്യണമെന്നോ ഒരു ഫോട്ടോ എടുത്താൽ മതി. എന്താ ഉദ്ദേശം? ഞാൻ പൊക്കി എടുത്താ ഫ്രണ്ടിലോ? ഇങ്ങനെ പൊക്കി എടുക്കാം. അങ്ങനെ പൊക്കത്തൊന്നും ഇല്ല. അങ്ങനെ പൊക്കത്തില്ല. ഞാൻ ഇങ്ങനെ നോക്കാം. ഇത്ര മഴ വെള്ളം ഇറങ്ങിപ്പോയിരിക്കും. ഇവിടെ നോക്കി നാണക്കേടാട്ടോ. ഇതായിരുന്നോ? ഇങ്ങോട്ടെങ്കിലും നോക്കോ? നീ പോരാ പൊറോട്ടെ. അയ്യോ, ഒരു കാര്യം ഇങ്ങനെ വെക്കരുത്. നല്ല നല്ല കുറഞ്ഞ വർഷം ഒരു ആനയെ പൊക്കിയെന്നെങ്കിലും ആവുമല്ലോ. പണ്ടാനയായിരുന്നു, ഇപ്പാനയല്ല. അവിടെ വന്നോ. ബീച്ചൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. കുറച്ചുകൂടി ഇവിടെ നല്ല വ്യൂവാ. സാധനം ഉണ്ടല്ലോ അല്ലേ. മതി. അപ്പോൾ ഞങ്ങൾക്ക് ട്രാക്കുലയുടെ ആ ഒരു ഇത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം പറഞ്ഞല്ല, അവിടെ ക്യാമറ അലോട്ടഡ് അല്ലായിരുന്നു. ഒരു 200 സ്റ്റെപ്പ് കയറി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത് പറഞ്ഞ് ക്യാമറ അലോട്ടഡ് അല്ല. അവിടെ നിങ്ങൾക്ക് പെർ പേഴ്സൺ ടിക്കറ്റ് എടുക്കണം. ഒരു 16 പൗണ്ട് ചില്ലറ എങ്ങാണ്ടാണ്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക. അടിപൊളി സംഭവമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൂർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കിലോട്ടാണ്. പക്ഷേ അവിടുത്തെ ഒരു സിനിക് ബ്യൂട്ടി മാത്രമാണെന്ന് കേട്ടത്, വലുതായിട്ടൊന്നുമില്ല. നമുക്ക് ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്ന്. അവിടെ പോയിട്ട് കുറച്ച് ഡ്രോൺ വ്യൂ എടുക്കാമെന്ന് വിചാരിക്കുന്നു. വിഡ്ബി പോയിട്ട് തിരിച്ചു വരുന്ന വഴി വീണ്ടും ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് ഞങ്ങൾ ഒന്നും കൂടെ ഇറങ്ങി. ബിക്കോസ് ഇവിടെ നല്ല നാഷണൽ പാർക്കൊക്കെയാണെന്നാണ് പറയുന്നത്. നമുക്ക് കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇറോഷൻ കൺട്രോൾ, പ്ലീസ് യൂസ് മെയിൻ പാത്ത്. നമ്മൾ മെയിൻ പാത്തിൽ കൂടെ മാത്രമേ നടക്കാവുള്ളൂ എന്നൊരു പറയുന്നു. ഇവിടെ ഒത്തിരി ആൾക്കാരെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ താഴ്വാരത്തിൻ്റെ ഭംഗിയൊക്കെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മുടെ ഗോപ്രോ കണ്ണുകളിലൂടെ പകർത്തിയെടുക്കുന്നതാണ്. നിങ്ങളിതൊരു ടി വിയിലാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിതൊരു 4K കാണുക. അടിപൊളി വ്യൂ ആയിരിക്കും. ആ ചേട്ടൻ്റെ അടിപൊളി ക്യാമറയിൽ കൂടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അടിപൊളി സംഭവമാണോ എന്ന് പോയിട്ട് ഫോട്ടോഗ്രാഫർ വഴി. അപ്പോൾ ഈ കാണുന്ന ഗ്ലൈഡറിൽ നമുക്ക് കയറാൻ പറ്റും. ഗ്ലൈഡർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവരെ നേരത്തെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ അതിലും കയറാൻ കഴിയും. ഇതാണ് ഇവിടുത്തെ നാഷണൽ പാർക്ക്. അപ്പോൾ ആ പാർക്കിൻ്റെ പല വഴികളും നമുക്ക് പോകാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വഴികളുണ്ട്. അപ്പോൾ അതുവഴി എടുത്തൊരു കുറച്ച് ഷോർട്സ് കാണിക്കാൻ വെച്ചിട്ടായിരുന്നു. സോ അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾ നല്ലൊരു ഡ്രൈവിനൊക്കെ പോയി കുറേ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഫൈനലി നമുക്ക് ബൈ പറയാൻ ടൈം ആയിരിക്കുകയാണ്. ബിക്കോസ് ഇനി നിന്നാൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും അല്ലേ. സോ അപ്പോൾ ബൈ ബൈ. ഇന്നത്തെ എല്ലാ ആഘോഷവും കഴിഞ്ഞ് ഇനി എല്ലാവരും വീട്ടിൽ പോയിക്കോളൂ. ബൈ ബൈ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇനിയും വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് ആവാനുള്ള ഓട്ടത്തിലാണ്.
അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.